ദാനിയേൽ പ്രവാചകന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് നീ എന്നോട് പറയാം. നിന്റെ കാവൽ ദൂതനായ മിഖായേലേ ഒഴികെ എൻ്റെ പക്ഷത്ത് നിന്ന് ഇവർക്കെതിരെ പൊരുതുവാൻ ആരുമില്ല. കർത്താവേ, പലവിധ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വേദനകളിലും പരാജയങ്ങളിലും സമൂഹവും വീടും ഒറ്റപ്പെടുത്തുമ്പോഴും എന്നെ ശക്തനാക്കുവാൻ അങ്ങ് കൂടെയുണ്ടല്ലോ. അതുമാത്രം മതി എനിക്ക്. അങ്ങ് ശക്തനാക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അങ്ങയുടെ ശക്തി എന്നിൽ പ്രവേശിച്ച് എല്ലാത്തിനെയും നേരിടുവാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ അങ്ങ് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കാവൽ ദൂതനെ ഏർപ്പെടുത്തി ശത്രുപക്ഷത്തിൻ്റെയും എല്ലാ ദുഃഖത്തിൻ്റെതായ എല്ലാ മേഖലകളിൽ നിന്നും ശത്രുവിനെയും വേദനകളെയും ഞങ്ങളുടെ പരാജയങ്ങളെയും നിയോഗങ്ങളുടെ മേലും അങ്ങ് ഞങ്ങളുടെ പക്ഷത്താണല്ലോ. ആ വേദനകൾക്കെതിരെയും ദുഃഖങ്ങൾക്കെതിരെയും ശത്രുവിനെതിരെയും അങ്ങ് കാവൽ ദൂതനെ നിർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളുടെ മേലും മാതാപിതാക്കന്മാരുടെ മേലും ഞങ്ങളുടെ ശത്രുക്കളിലെയും ഈശോയെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഒരു വാക്കുച്ചരിച്ച് അവർക്ക് ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറച്ച് അവർക്ക് ഞങ്ങളെ ദ്രോഹിക്കുവാനുള്ള മനസ്സ് മാറ്റി അങ്ങ് ദൂതനെ അയക്കണമേ. അപ്പോൾ ഒരാത്മാവ് കൂടി രക്ഷപ്പെട്ടാൽ അതിനുള്ള ഫലവും എനിക്ക് ലഭിക്കും, ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ നാഥ. ശത്രുവിനെ സ്നേഹിക്കുവാനും അവർക്കും അവരുടെ കുടുംബത്തിനും മാനസാന്തരം വരുവാനും ഈശോയെ അങ്ങ് ഇടയാക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് കാവൽ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.